യേശുനാമത്തിൽ ഏവർക്കും വന്ദനം. ക്രിസ്മസ് ആഘോഷിക്കുന്ന ലോകമെമ്പാടുമുള്ള എല്ലാ മനുഷ്യർക്കും സിറ്റി ചാനലിൻ്റെ പ്രേക്ഷകരായ എല്ലാ സഹോദരീ സഹോദരന്മാർക്കും കാഞ്ഞങ്ങാട് നിവാസികളായ എല്ലാവർക്കും സമാഗതമാകുന്ന ക്രിസ്മസിൻ്റെയും പുതുവത്സരം 2010-ൻ്റെയും സ്നേഹ മംഗളാശംസകൾ നേരുന്നു, പ്രാർത്ഥിക്കുന്നു. ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ എന്താണ് ക്രിസ്മസിന് സന്ദേശം എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ക്രിസ്മസ് എന്നത് ലോകരക്ഷകനായ യേശുവിൻ്റെ തിരുപ്പിറവിയുടെ ഓർമ്മയാണ്. ക്രിസ്മസ് നൽകുന്ന സന്ദേശം അത് സ്നേഹത്തിൻ്റെ, സമാധാനത്തിൻ്റെ, പ്രത്യാശയുടെ സന്ദേശമാണ്. ക്രിസ്മസ് പുൽക്കൂടുകളിൽ നാം കണ്ടിട്ടുണ്ട് മാലാഖമാർ കൈകളിലേന്തിയിരിക്കുന്ന ഒരു വചനം, ഗ്ലോറിയ ഇൻ എക്സേസിസ്. അതിൻ്റെ അർത്ഥം അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ദൈവത്തിന് മഹത്വം നൽകുക എന്നുള്ളത് മനുഷ്യൻ്റെ കടമയാണ്. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവന് ലോകത്തിൽ ശാന്തിയും സമാധാനവും സന്തോഷവും ഐശ്വര്യവും സ്നേഹവും ലഭിക്കുന്നതിന് ഇടയാകും. ഈ സമാധാനത്തിലേക്ക്, ശാന്തിയിലേക്ക്, ഈ പ്രത്യാശയിലേക്കാണ് ദൈവം മനുഷ്യനെ വിളിക്കുന്നത്. ഇതിന് പ്രത്യുത്തരം നൽകുമ്പോഴാണ് ക്രിസ്മസ്, രക്ഷകൻ്റെ പിറവി, നമുക്കൊരു അനുഭവമാവുക, അനുഗ്രഹമാവുക, ഒരു വലിയ ആഘോഷമാവുക. ഈ അടുത്ത കാലത്ത് കിട്ടിയ ഒരു ക്രിസ്മസ് കാർഡിലെ സന്ദേശം വളരെ മനോഹരമായിരുന്നു. അതിപ്രകാരമാണ്: ബിഫോർ യു സെലിബ്രേറ്റ് ക്രിസ്മസ്, എ ന്യൂസ് ഫ്രം ബെത്ലഹേം, the child Jesus is found missing. Everybody is in search of child Jesus. He is not in Jerusalem, not in Judea, nor in Nazareth. He may be in your heart. If your answer is a big yes, then today is our Christmas. ഇതിൻ്റെ അർത്ഥം, ഈ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ യേശു നമ്മുടെ ഉള്ളിൽ ജനിക്കണം, ഉള്ളിൽ പിറക്കണം. എൻ്റെ ഹൃദയത്തിൽ യേശുവിന് നാം സ്ഥാനം കൊടുക്കണം. യേശുവിനെ രക്ഷകനായി, നാഥനായി സ്വീകരിക്കണം. ഈ സന്ദേശമാണ് ഇവിടെ ലഭിക്കുക. നമ്മുടെ ഹൃദയത്തിൽ യേശു പിറക്കണം, ജനിക്കണം. അതാണ് ഈ വാക്കുകളുടെ അർത്ഥം. പ്രിയമുള്ളവരെ, പിറവിത്തിരുനാൾ ക്രിസ്മസിനെ പറ്റി ചിന്തിക്കുമ്പോൾ ഇവിടെ നാം കാണുന്നത് യേശു പ്രകാശമായി ലോകത്തിലേക്ക് വന്നു എന്നുള്ളതാണ്. നമ്മൾ കണ്ടിട്ടുണ്ട് നക്ഷത്ര വിളക്കുകളുടെ ദീപപ്രഭ ക്രിസ്മസിൻ്റെ സവിശേഷതയാണ്. എവിടെ നോക്കിയാലും, വീടുകളിലും കടകളിലും സ്ഥാപനങ്ങളിലുമെല്ലാം മനോഹരമായ നക്ഷത്രങ്ങൾ തൂക്കിയിട്ടിരിക്കുകയാണ്. യേശുവിൻ്റെ ജനന വിവരണം ബൈബിളിൽ പറയുമ്പോഴും ബൈബിള് യേശുവിനെ പ്രകാശമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. ആട്ടിടയന്മാർ പ്രകാശമായിട്ടാണ് അവൻ്റെ മഹത്വം ദർശിക്കുന്നത്. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 9-ാം തിരുവചനം. കിഴക്ക് നിന്നുള്ള ജ്ഞാനികൾക്ക് അവൻ ശോഭയുള്ള നക്ഷത്രമായിരുന്നു. ഇരുളിലും മരണത്തിൻ്റെ നിഴലിലും കഴിയുന്നവർക്കുള്ള ദൈവത്തിൻ്റെ ദീപമാണവൻ. അവൻ കടന്നു വന്നപ്പോൾ ആ പാതിരാവിലും പ്രപഞ്ചമാകെ പ്രകാശിച്ചു. അവനില്ലാത്ത പ്രപഞ്ചം വെറും ഇരുൾ മാത്രമായിരുന്നു. അവൻ്റെ ജനന വിവരണത്തിൽ യോഹന്നാൻ പ്രപഞ്ചത്തിലെ ദൈവസാന്നിധ്യത്തെ പ്രകാശമായിട്ടാണ് അവതരിപ്പിക്കുക. സൃഷ്ടിയുടെ വിവരണത്തിലും ഈ വെളിച്ചത്തെ പറ്റിയുള്ള പ്രതിപാദനം നമുക്ക് ദർശിക്കാനാകും.
പിന്നീട് യോഹന്നാൻ സുവിശേഷകൻ പ്രത്യേകമായിട്ട് യേശുവിനെ പ്രകാശമായിട്ടാണ് ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുക. ഇരുട്ട് ഇല്ലായ്മയാണെന്ന് അക്വീനാസ് വാദിക്കുന്നത് ശരിയാണ്. ദൈവത്തിൻ്റെ ഇല്ലായ്മയാണ് ഇരുട്ട്. കാൽവരി വിവരണത്തിൽ ലോകത്തിൻ്റെ വിളക്ക് നട്ടുച്ച നേരത്ത് അണഞ്ഞുപോയതായി, അന്ധകാരം വ്യാപിച്ചതായി സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടാണ് യേശുവിൻ്റെ മരണവിവരം സുവിശേഷകന്മാർ രേഖപ്പെടുത്തുന്നത്. 6 മണി മുതൽ 9 മണി വരെ ഭൂമിയിലെങ്ങും അന്ധകാരമായിരുന്നു. അവൻ കല്ലറയ്ക്കുള്ളിലായിരുന്ന ദിനങ്ങളിലെ ഓർമ്മിപ്പിക്കുന്നതാണ് ആ മണിക്കൂറുകൾ. ലോകം അക്ഷരാർത്ഥത്തിൽ അനാഥമായ ആ മണിക്കൂറുകളിൽ അന്ധകാരമല്ലാതെ മറ്റെന്ത് അവശേഷിക്കാനാണ്? സുവിശേഷകന്മാരുടെ പ്രമേയം വ്യക്തമാണ്. യേശു ഉള്ളവിടം എത്രയും പ്രകാശപൂർണം. യേശുവില്ലാത്ത മനസ്സും ഹൃദയവും ദേശവും ദാമ്പത്യവും സൗഹൃദവും സന്യാസവും അന്ധകാരപൂർണമാണ്. ഉണ്ണി പിറന്നതിൻ്റെ പ്രകാശം നമ്മുടെ ജീവിതത്തിൽ തല്ലിക്കെടുത്താതിരിക്കാം. തിരുനാളങ്ങൾ പ്രലോഭനങ്ങളുടെ കാറ്റിലുലഞ്ഞു പോകാതെ കരുതലോടെ നമുക്ക് വഴി നടക്കാം. പ്രകാശമായ യേശുവിനെ നാം അനുഗമിക്കാം. അതാണ് ക്രിസ്മസ് നമുക്ക് നൽകുന്ന സന്ദേശം. യേശു പറഞ്ഞത് യൂദയായിലെ ബെത്ലഹേമിലാണെന്ന് വചനത്തിൽ നാം വായിക്കുന്നുണ്ട്. ബെത്ലഹേം എന്ന വാക്കിൻ്റെ അർത്ഥം അപ്പത്തിൻ്റെ ഭവനമെന്നാണ്. അവിടുന്ന് മനുഷ്യർക്ക് അപ്പമായി, ആഹാരമായി, ഭക്ഷണമായി ഭൂമിയിൽ ജീവിച്ചു. എന്നാൽ യേശുവിൻ്റെ തിരുപ്പിറവിയുടെ അവസരം അവിടുത്തെ അമ്മയായ മറിയവും ജോസഫും പട്ടിണിയിലായിരുന്നത് മാത്രമല്ല, പട്ടിണിയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും അവകാശമില്ലാത്തവരായിരുന്നു. പിറന്ന നാൾ മുതൽ അറിഞ്ഞ വിശപ്പാകാം അവൻ ദൈവരാജ്യത്തെ വിരുന്നിനോടും തീറ്റകുടികളോടുമാണ് സദാ ഉപമിക്കുന്നത്. വിശപ്പ് മാറാതെ വേദം പറയുന്ന രീതി അവനിഷ്ടപ്പെടാതിരുന്നതും പിറന്ന നാളുകളിൽ തുടങ്ങിയ പട്ടിണി മൂലമാകാം. അപ്പത്തിൻ്റെ വീട്ടിൽ മൃഗങ്ങളുടെ വിരുന്നുമേശയായ പുൽത്തൊട്ടിയിൽ അവൻ പിറന്നത് ഭൂമിയുടെ മുഴുവൻ വിശപ്പ് മാറ്റാനായിരുന്നു. സ്വർഗത്തിൽ നിന്ന് വന്ന ജീവൻ്റെ അപ്പമായി അവൻ സ്വയം പരിചയപ്പെടുത്തുന്നതും ഭൂമിയുടെ വിശപ്പും ദാഹവും അറിഞ്ഞതുകൊണ്ടാണ്. ബെത്ലഹേം നഗരം ജെറുസലേം ദേവാലയത്തിന് 5 മൈൽ അകലെയാണ്. ഇസ്രായേലിൻ നായകൻ ജനിക്കാനിരുന്നത് ബെത്ലഹേമിലായിരുന്നുവെന്ന് മിക്ക പ്രവാചകൻ പ്രവചിച്ചിരുന്നു. സ്വർഗത്തിൽ നിന്ന് വന്ന ജീവനുള്ള അപ്പം ഞാനാകുന്നു. യേശുവിനെ ബെത്ലഹേമിലെ പുൽത്തൊഴുത്തിൽ തിരിച്ചറിഞ്ഞപ്പോൾ അവർക്ക് അവിടുന്ന് ജീവിതത്തിൽ അപ്പമായി, അനുഗ്രഹമായി മാറിയിരുന്നു. തേടി വരുന്ന ദൈവത്തെ തിരക്കിനിടയിൽ നഷ്ടപ്പെടുന്നവരുടെ പ്രതീകമാണ് ബെത്ലഹേം. ജോലിഭാരത്താൽ വീർപ്പുമുട്ടി തിരക്കൊഴിഞ്ഞ് അരനാഴിക പോലും ദൈവവിചാരത്തിന് നേരം കിട്ടാത്തവരാണ് ഇന്ന് നമ്മളിൽ പലരും. തിരക്കൊഴിഞ്ഞ ബെത്ലഹേം പുൽക്കൂട് നമ്മൾക്കൊരു ഓർമ്മപ്പെടുത്തലാണ്. ശ്രേഷ്ഠവും ദൈവികവുമായത് കണ്ടെത്തണമെങ്കിൽ ആത്മാവിലും മനസ്സിലും തിരക്കൊഴിഞ്ഞ ശാന്തരായ മനുഷ്യരായിരിക്കണം നാം. വീണ്ടും ക്രിസ്മസിനെ പറ്റി ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ക്രിസ്മസ് സന്തോഷത്തിൻ്റെ, സദ്വാർത്തയുടെ ദിവസമാണ് എന്നുള്ളതാണ്. സകല ജനത്തിനുമുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്തയുമായി യേശു വന്നപ്പോൾ അവൻ്റെ ജനനത്തിൽ സ്വർഗവും ഭൂമിയും ഒന്നുപോലെ സന്തോഷിച്ചു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. മലകമാടി കീർത്തനം സ്പഷ്ടമാക്കുന്നത് യേശുവിൻ്റെ പിറവിയുടെ സദ്വാർത്തയാണ്, സന്തോഷമാണ്. എന്നാൽ ജെറുസലേമിലെ ഒരു ഭവനം മാത്രം അവൻ്റെ ജനനത്തിൽ അസ്വസ്ഥമായി.
അത് നാടുവാഴുന്ന ഹേറോദോസിൻ്റെ ഭവനമായിരുന്നു. ഹേറോദോസിനേക്കാൾ ശക്തനായ സമാധാന സ്ഥാപകനായ ഒരു നേതാവ് ജനിച്ചു എന്നറിഞ്ഞപ്പോൾ അദ്ദേഹത്തെ അസ്വസ്ഥനാക്കി. ഇന്നും സത്യത്തിന് സാക്ഷ്യം വഹിക്കുമ്പോൾ, നീതിക്ക് വേണ്ടി നിലകൊള്ളുമ്പോൾ ചിലയിടങ്ങളിലെല്ലാം നമുക്ക് അസ്വസ്ഥത കാണാം. മറിച്ച് ആട്ടിടയന്മാരുടെ ജീവിതത്തിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ വിനീതരായ, എളിമയുള്ളവരായ, പാവപ്പെട്ടവരായ ആട്ടിടയന്മാർക്ക് ക്രിസ്തുവിൻ്റെ പിറവി സന്തോഷത്തിൻ്റെ, ലോകത്തിന് മുഴുവൻ സമാധാനം നൽകുന്ന പ്രത്യാശയുടെ അനുഭവമായിട്ടാണ് മാറുന്നത്. ക്രിസ്തുവിൻ്റെ ജനനം ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമുക്ക് സന്തോഷത്തിൻ്റെ നിമിഷങ്ങളാണോ, അതോ നമ്മളിൽ അസൂയയും അസ്വസ്ഥതയും തിന്മയും പടരുന്ന നിമിഷങ്ങളാണോ എന്ന് ആത്മശോധന ചെയ്യാം. നമ്മെ സംബന്ധിച്ചിടത്തോളം ക്രിസ്മസ് ഒരു ആത്മീയ ഉന്മേഷത്തിൻ്റെ അവസരമാണ്. കിഴക്കുതിച്ച നക്ഷത്രം നമ്മുടെ ജീവിതത്തിന് ഒരു വഴികാട്ടിയാകട്ടെ. ആ വഴികാട്ടുന്ന നക്ഷത്രത്തെ പിന്തുടർന്നുകൊണ്ട് നമ്മുടെ ജീവിതവും യേശുവിലേക്ക് നടന്നെടുക്കുവാനുള്ള ഒരടയാളമായി ദിവ്യനക്ഷത്രത്തെ നമുക്ക് കാണാം. ഈ ക്രിസ്മസ് ദിനം നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും സ്നേഹം പങ്കുവെക്കലിൻ്റെയും സമാധാനം പരസ്പരം ആശംസിക്കുന്നതിൻ്റെയും ഒരു വലിയ ദിനമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും എല്ലാ ഭാവുകങ്ങളും നന്മകളും നിങ്ങൾക്കേവർക്കും ആശംസിക്കുന്നു. യേശു നമ്മിൽ ജനിക്കട്ടെ, നമ്മുടെ ഹൃദയത്തിൽ വന്നു വസിക്കട്ടെ. ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ.